പാറയിൽ നിന്ന് ജലം. ഇസ്രായേൽ സമൂഹം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് റഫീദീമിൽ എത്തി പാളയമടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ ജലമുണ്ടായിരുന്നില്ല. ജനക്കൂട്ടം മോശയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹോറേബിലെ പാറമേൽ വടികൊണ്ടടിക്കാൻ കർത്താവ് മോശയോട് കൽപ്പിച്ചു. അവൻ അപ്രകാരം ചെയ്തു. അപ്പോൾ അവിടെ നിന്നും അവർക്ക് ആവശ്യമുള്ളത്ര ജലം ഒഴുകി. അമേല്യകരുമായ യുദ്ധം. അമേല്യകർ റഫദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമേല്യകരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ യുദ്ധത്തിന് പുറപ്പെട്ടു. മോശ, അഹ്റോൻ, നൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കി ഇട്ടുകൊടുത്തു. അഹ്റോനും നൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശത്തും നിന്നു. സൂര്യാസ്തമയം വരെ മോശയുടെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ ശത്രുക്കളുടെ മേൽ വിജയം നേടി. സീനായ് ഉടമ്പടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവരവിടെ പാളയമടിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നിങ്ങളുടെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എന്റേതാവുന്നു. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. മോശ കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. 10 കൽപ്പനകൾ. ദൈവം ഇസ്രായേൽ ജനതയ്ക്കു പ്രമാണങ്ങൾ നൽകുവാൻ തീരുമാനിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിന്റെ അടുത്ത് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുകെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. മലയ്ക്ക് ചുറ്റും അവിടുന്ന് അതിർത്തി നിർണയിച്ചു. മോശയ്ക്ക് മാത്രമായിരുന്നു മലമുകളിലേക്ക് കയറി ചെല്ലുവാനുള്ള അനുവാദം. 3-ാം ദിനം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുമുണ്ടായി. കാഹളനാദം കേട്ട് പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിനായി മോശ ജനത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ നിന്നിറങ്ങി വന്നാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ദൈവത്തിന്റെ ശബ്ദം ഇടിനാദമായി മുഴങ്ങി. സീനായ് മലമുകളിൽ നിന്നും ദൈവം തന്റെ ജനത്തിനായി 10 കൽപ്പനകൾ നൽകി. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദൈവന്മാർ നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. സാബത്ത് വിശുദ്ധമായി ആചരിക്കണം. നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. നിന്റെ അയൽക്കാരനെതിരായി നീ വ്യാജസാക്ഷ്യം നൽകരുത്. നിന്റെ അയൽക്കാരന്റെ ഭവനം നീ മോഹിക്കരുത്. അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെങ്കിലുമോ നീ മോഹിക്കരുത്.